ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ എനർജീസ്, എന്തെല്ലാമാണ് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ വളരെ കലുഷിതമായ മാനസിക സംഘർഷമുള്ള ഒരു ദിവസമാണ് കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സംഘർഷം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിറയെ സ്നേഹമാണുള്ളത്, പക്ഷെ ഇത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അതാണ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഇവിടെ സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കാതെ വെച്ചിട്ട് അതിൻ്റെ പേരിൽ പിന്നീട് മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സ്നേഹം, എപ്പോഴും ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് സ്നേഹമാണ്. അതിപ്പോൾ നമുക്ക് മറ്റു മനുഷ്യരോട് മാത്രമല്ല, ഈ പ്രകൃതിയോടും ഇവിടെയുള്ള ജീവജാലങ്ങളോടും നമുക്ക് നമ്മളോട് തന്നെയും എല്ലാത്തിനോടും പ്രപഞ്ചത്തിനോടും എല്ലാം ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബാക്കി എന്തൊക്കെയുണ്ടെങ്കിലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇല്ല, നമുക്ക് ആരും ഇല്ല എങ്കിൽ, നമ്മളെ ആരുമില്ല, നമുക്ക് സ്നേഹിക്കാനും ആരുമില്ല എന്നുണ്ടെങ്കിൽ ജീവിതം ഭയങ്കര വിരസമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് അറിയാവുന്ന ഈ വീഡിയോ കാണുന്ന മിക്കവാറും പേർക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. കാരണം നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും ഭയങ്കര ബോറാണ് ഈ ലൈഫ് എന്നുള്ളത്. പ്രത്യേകിച്ചും കൊറോണ കാലത്തൊക്കെ നമ്മളിത് ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കിങ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിരിക്കും, നിങ്ങൾ വളരെ മച്ചുവറായിരിക്കും, ഒരു വിഷണറി ആയിരിക്കും, എല്ലാം ശരിയാണ്. നിങ്ങൾ വളരെ സ്നേഹമുള്ള ആളാണ്, മാനസികമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അറിയാവുന്ന ആളൊക്കെയാണ്. പക്ഷേ സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാത്ത ഒരാളായിട്ടാണ് കാണുന്നത്. വളരെ സ്നേഹമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്നേഹം കൊണ്ട് നമുക്ക് മറ്റ് പ്രയോജനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതായതുകൊണ്ടും അതുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിന് അടിസ്ഥാനം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ടും എപ്പോഴും സ്നേഹത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ജീവിതമായിരിക്കും നല്ലത്. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കണം എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് 3 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. ഇയാൾ നോക്കുന്നത് 3 ഓഫ് സ്വോർഡ്സിലേക്കാണ്. ഈ കിങ് ഓഫ് കപ്പ് നോക്കുന്നത് 3 ഓഫ് സ്വോർഡ്സിലേക്കാണ്. അപ്പോൾ ഈ ഹൃദയം തകർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഓൾറെഡി ഞാൻ പറഞ്ഞു മാനസിക സംഘർഷത്തിലാണുള്ളത്. അപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത് 3 ഓഫ് സ്വോർഡ്സ്. ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുക, മാനസികമായിട്ട് തകർന്നിരിക്കുക, ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാവുക, ആ ഒരു കടുത്ത സംഘർഷത്തിലിരിക്കുന്ന ആളായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപക്ഷെ മുൻപ് സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് വലിയ മുറിവുകൾ ഉണ്ടായിട്ടുള്ള ആളായതുകൊണ്ടായിരിക്കാം സ്നേഹം ഇപ്പോൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിനെ ഓർക്കുന്നു എന്നാണ്. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഈ മുറിവുകളെ, ഹൃദയത്തിലുണ്ടായിട്ടുള്ള മുറിവുകളെക്കുറിച്ച് ഓർക്കുകയും അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ മറ്റുള്ളവരോട് സ്നേഹമുണ്ടെങ്കിലും പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങളായിട്ടും അത് തന്നിട്ടുള്ള പാഠങ്ങളായിട്ടും അവിടെ ഇരിക്കെ തന്നെ നമ്മൾ മറ്റാളുകളെ വളരെ ജെനുവിനായിട്ട് സ്നേഹിക്കുക. നമ്മൾ സ്നേഹിക്കുക, അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ മാത്രമാണ് ഇങ്ങോട്ടും സ്നേഹം കിട്ടുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്നേഹം കൊടുക്കുമ്പോൾ അതിനെപ്പോഴും ഒരു ലിമിറ്റ് വേണം. നമ്മൾ ലിമിറ്റ്ലെസ് ആയിട്ട്, അൺലിമിറ്റഡ് ആയിട്ട്, ബൗണ്ടറിലെസ് ആയിട്ട് നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പെട്ടുപോകുന്നത്. അഡിക്റ്റായിട്ട് സ്നേഹിക്കുമ്പോഴാണ്. കോഡിപ്പെൻഡൻസി നല്ലതാണ്, പക്ഷേ അഡിക്ഷൻ നല്ലതല്ല. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ 3 ഓഫ് സ്വോർഡിൻ്റെ എനർജിയിലേക്ക് പോകേണ്ടി വരുന്നത്. ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക, അയാളെ മാത്രം സെൻറ്റേർഡ് അറൗണ്ട് ആക്കുക, എന്നിട്ട് അയാൾ പോകുമ്പോൾ ജീവിതമില്ലയെന്ന് വിചാരിക്കുക. ആ രീതിയിൽ ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുറേ അധികം ആളുകൾക്ക് ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ റീഡിങ് ചിലപ്പോൾ റെസനേറ്റ് ആവുക. ഇവിടെ റീസെൻ്റ്ലി ബ്രോക്കൺ ആയിട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരോട് ഭയങ്കര ദേഷ്യം, ഒരാളോടും സ്നേഹമില്ലായ്മ, വെറുപ്പ്, ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലായ്മയൊക്കെ ഫീൽ ചെയ്യുന്ന ആളുകളായിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് വാൺസ് ആണ്. നിങ്ങൾ വല്ലാതെ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പബ്ലിക് റെക്കഗ്നിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളാകെ സെക്ലൂഡഡ് ആയി പോയിട്ടുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വളരെ മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിരിക്കും, നിങ്ങൾ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും, ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളായിരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇമോഷണലി ബ്രോക്കൺ ആണെന്നാണ് കാണുന്നത്. അതുപോലെ 6 ഓഫ് വാൺസ്, നിങ്ങളുടെ പബ്ലിക് റെക്കഗ്നീഷനൊക്കെ നിങ്ങൾക്ക് പബ്ലിക് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇമോഷണലി ബ്രോക്കൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ
അങ്ങനെയുള്ള കുറേ ആളുകളെയും കാണുന്നുണ്ട്. അതുപോലെ മറ്റു ചില ആളുകളെ സംബന്ധിച്ച് ഇന്ന് ആദരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറേയധികം ആളുകൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഘോഷയാത്രകൾ അങ്ങനെയുള്ള എവിടെയെങ്കിലുമൊക്കെ പങ്കെടുക്കുക, എന്തെങ്കിലും ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുക, സെലിബ്രേഷനിൽ പങ്കെടുക്കുക, ഒരാൾ ഉയർത്തപ്പെടുന്നതിന്, അതായത് ഇപ്പോൾ ഒരാളുടെ ഒരു ലൈഫിൽ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഫാമിലി, അയാളുടെ സ്റ്റേറ്റസ് ഉയർത്തപ്പെടുവാണ്. അതുപോലെ ഒരാളുടെ ഒരു സ്റ്റേറ്റസ് ഉയർത്തപ്പെടുക, ഒന്നാമനാവുക, അല്ലെങ്കിൽ വിജയിക്കുക, അങ്ങനെയുള്ള സ്റ്റേറ്റസ് ഉയർത്തപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഒരാളുടെ റെക്കഗ്നേഷൻ, അയാളുടെ പേര് സ്ഥിരീകരിക്കുന്ന രീതിയിൽ, ആ രീതിയിലുള്ളൊരു പബ്ലിക് റെക്കഗ്നേഷന് നിങ്ങൾ സാക്ഷിയാകാൻ സാധ്യതയുണ്ട്. ഇത് 6 ഓഫ് വാണ്ട് ഓഫ് കോഴ്സ് ഒരു റീയൂണിയൻ്റെ കാർഡാണ്. ഇനി റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ചിരുന്ന റീയൂണിയൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട്, റീസെൻ്റ്ലി ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിരുന്ന 6 ഓഫ് വാണ്ട് ഒരു റീയൂണിയൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട്. കുറച്ചധികം ആളുകൾക്ക് പബ്ലിക് റെക്കഗ്നേഷൻ്റെ ദിവസമായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ആദരിക്കപ്പെടുക, ബഹുമാനിക്കപ്പെടുക, നിങ്ങളെ നാലാൾ അറിയുക, ഇതൊക്കെയാണ്. ചാരിയറ്റ് യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ നടക്കില്ല എന്ന് വിചാരിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങൾ ഏറെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ചില ഓഫറുകളായിരിക്കാം, അല്ലെങ്കിൽ ചില റിസൾട്ടുകളായിരിക്കും. നിങ്ങൾ വിജയിച്ചു, ഒന്നാമനായി, നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആകാൻ പോകുന്നു എന്ന് തരുന്ന ചില ഓഫേഴ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കോൾ ലെറ്റേഴ്സ് ആയിരിക്കാം, ഓഫർ ലെറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിസൾട്ട് പബ്ലിഷ് ആവുന്നതായിരിക്കാം. അങ്ങനെയുള്ള എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ വിജയശ്രീലാളിതനായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് രണ്ടും യാത്രയുടെ കാർഡാണ്. അപ്പോൾ ഇന്ന് എന്തായാലും കുറേ അധികം ആളുകൾക്ക് യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്. കുറേ ആളുകൾ വിജയ ആഘോഷത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പബ്ലിക് റെക്കഗ്നീഷന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നു. മറ്റു ചിലർക്ക് അവരുടെ ലൈഫിലേക്ക് ചില അവർ പ്രതീക്ഷിക്കാത്ത വൻ നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ ഒരുപാട് മുൻപ് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നെക്സ്റ്റ് ഡെവിൾ കാർഡാണ് വന്നിട്ടുള്ളത്. ഡെവിൾ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് ഒബ്സഷൻ തോന്നുന്നു എന്നാണ്. ചില കാര്യങ്ങളോട് ഒബ്സഷൻ തോന്നുന്നു, അഡിക്ഷൻ, ഒബ്സഷൻ, അങ്ങനെയാണ് ഡെവിൾ കാർഡ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡെവിൾ കാർഡ് വന്നിരിക്കുന്നത് എന്നൊരു ക്ലാരിറ്റി നോക്കാം. എന്തുകൊണ്ടാണ് ഡെവിൾ കാർഡ് വന്നിരിക്കുന്നത്? 2 ഓഫ് സോർട്സും 2 ഓഫ് വാണ്ട്സും ആണ്. അപ്പോൾ ഇത് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ വേണോ വേണ്ടയോ എന്ന് കൺഫ്യൂസ്ഡ് ആണ് എങ്കിൽ ചിലരോട് അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഓഫർ ഒരു ചതിയാണോ എന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം മാത്രമേ അത് സ്വീകരിക്കാൻ പാടുള്ളൂ. അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്, പക്ഷെ അതൊരു ഡെവിൾ എനർജി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 2 ഓഫ് സോർട്സും 2 ഓഫ് വാണ്ട്സും വന്നിട്ടുണ്ട്. അത് നിങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ സ്വീകരിക്കണമോ വേണ്ടയോ എന്നൊരു തീരുമാനത്തിലേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, ഇത് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൂടെയോ, വാട്സപ്പ് അല്ലെങ്കിൽ ഓവർ ഫോൺ ആയിരിക്കാം, സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾക്ക് ആരുമായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാനും വഴക്കുണ്ടാക്കാനും പോകരുത്. അവിടെ ഒരു ഡെവിൾ എനർജി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് കമൻ്റ് ഇടുന്നതും അതുപോലെ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കുക. അവിടെ എന്തോ ഒരു ഡെവിൾ എനർജി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇമോഷണലി വിത്ഡ്രോവലാണ്. ഇമോഷണൽ വിത്ഡ്രോവലും പ്ലസ് ലെറ്റിംഗ് ഗോയുമാണ്. അപ്പോൾ കുറച്ച് ഹാർട്ട് ബ്രോക്കൺ ആവാൻ, മാനസികമായിട്ട് സമ്മർദ്ദപ്പെടാൻ, കുറച്ചൊരു ഇമോഷണൽ ട്രോമയിലേക്ക് പോകാനൊക്കെ സാധ്യതയുള്ളതായിട്ടാണ് 8 ഓഫ് കപ്സ് പറയുന്നത്. നിങ്ങളൊരു ഈ സ്നേഹത്തിനെ കണ്ടില്ലാന്നടിച്ച് മറ്റൊരു തലത്തിലേക്ക് പോവുക, മറ്റൊരു യാത്ര പുറപ്പെടുക, അല്ലെങ്കിൽ മറ്റൊരു ദിക്കിലേക്ക് സഞ്ചരിക്കുക എന്നൊക്കെയാണ് 8 ഓഫ് കപ്സ് പറയുന്നത്. ഇമോഷണൽ വിത്ഡ്രോവലാണ് കേട്ടോ, ഡിറ്റാച്ച്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ വീണ്ടും ലവേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. റീയൂണിയനാണ്. സ്നേഹിക്കുന്ന ആളുകൾക്ക്, പ്രണയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് റീയൂണിയൻ്റെ കാർഡ് വീണ്ടും വരുന്നുണ്ട്. ലവേഴ്സാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മീറ്റ് ചെയ്യുന്നതാവാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതാവാം, കല്യാണമൊക്കെ നടക്കാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കല്യാണം നടക്കുന്നതാവാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെയും പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഒക്കേഷൻ ചിലപ്പോൾ കല്യാണം ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ ലവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് കിട്ടുന്നതായിരിക്കാം, നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു എഫേർട്ടിനുള്ള റിവാർഡ് കിട്ടുന്നതായിരിക്കാം, നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആവുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ലവേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് ക്വീൻ ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ചിന്താഗതികളിൽ കുറേ മാറ്റം വരുന്നു. അതായത് നേരത്തെ ചിന്തിച്ചിരുന്നതിൽ നിന്ന് മാറി നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ മാറി നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ക്വീൻ ഓഫ് വാണ്ട്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ കുറച്ച്
വളരെ മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വളരെ മാറിയിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ക്വീൻ ഓഫ് വാൺസ് ആണ്. ഇപ്പം നിങ്ങൾ കുറച്ചധികം പരിഷ്കൃതമായ, അതായത് നേരത്തെ ഉള്ളതിനേക്കാൾ കുറേ ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുള്ള ഒരാളായിട്ട്, കുറച്ചും കൂടെ പരിഷ്കൃതമായിട്ടുള്ള സ്വഭാവമുള്ള ഒരാളായിട്ട് മാറിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ദെൻ മൂൺ എനർജി ഉണ്ട്. കുറച്ച് പേടി തോന്നുക, മനസ്സിൽ പേടി തോന്നുക. മൂൺ എനർജി എപ്പോഴും മൂഡ് സ്വിങ്സ് ആയിരിക്കാം. ചിലപ്പം മൂൺ എനർജി കൊണ്ട് തന്നെ ആയിരിക്കാം, ചിലപ്പം ഫുൾ മൂണാണല്ലോ, ഫുൾ മൂൺ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കൊരു മൂഡ് സ്വിങ്സ് തോന്നുന്നത്. കുഴപ്പമില്ല, ഒരു കുറച്ച് സമയത്തിന് ശേഷം തന്നെ അത് റെഡി ആയിക്കോളും, പേടിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അതാണ് മൂൺ എനർജി പറയുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഒരു പുതിയ ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഒരു പുതിയ ആശയം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയൊരു കാർമിക് സൈക്കിളിൻ്റെ തുടക്കമാണ്, ഒരു പുതിയ തുടക്കം ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ആളുകൾക്ക് അതൊരു പെൻഡക്കിൾസ്, ഒരു പണത്തിൻ്റെ വഴിയുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങളിലേക്ക് ഫ്യൂച്ചറിൽ മെല്ലെ മെല്ലെ പണം വന്ന് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുന്നതിനുള്ള എന്തെങ്കിലും ഒരു കാർമിക് സൈക്കിൾ തുടങ്ങുന്നതായിരിക്കും, ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതാവാൻ സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് നിങ്ങൾ കടക്കുന്നതാവാം, പുതിയ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് കാര്യം നിങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങുന്നതാവാനും സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം വരുന്നത്. അപ്പോൾ പണം നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്, കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വരുമെന്ന് കാണുന്നുണ്ട്. ഒരു സ്ലോയിങ് ഡൗൺ പ്രോസസ്സാണ്, അതായത് മെല്ലെ മെല്ലെയാണ് നിങ്ങളുടെ ലൈഫിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വരുന്ന കാര്യം കൺസിസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. അപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന പണമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു കമ്മിറ്റ്മെൻറ്റോ ആയിരിക്കാം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കാവുന്നതാണ്. ഈ ഡബിൾ കാർഡ് നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അത് മിക്കവാറും ഒരു സോഷ്യൽ മീഡിയ വഴിയുള്ള അറ്റാക്ക് ആകാം, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് ഉള്ള മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ട് സംഭവിക്കുന്നതാവാം. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണേ. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് ആസ്ക് യുവർ ഏഞ്ചൽസ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവായിട്ടിരിക്കുക, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇൻറ്റ്യൂഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏഞ്ചൽസിൻ്റെ വേർഡ്സ് ആയിരിക്കും, അത് ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അബണ്ടൻസ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നു, നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള അബണ്ടൻസ് എന്ന് പറയുമ്പോൾ അത് സ്നേഹമാകാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അബണ്ടൻസ്, നിങ്ങൾ എന്താണോ വരുന്നത് അത്. പണം കാത്തിരിക്കുന്നവർക്ക് പണമാകാം, ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നവർക്ക് ആ അബണ്ടൻസ് ആയിരിക്കാം, സന്തോഷം കാത്തിരിക്കുന്നവർക്ക് സന്തോഷമായിരിക്കാം. ദെൻ റൊമാൻസ് ആണ്. അപ്പം അഗെയിൻ റിലേഷൻഷിപ്പ് കാത്തിരിക്കുന്നവർക്ക് ഇന്ന് റിലേഷൻഷിപ്പിൻ്റെ റിയൂണിയൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ആ ഡബിളിനെ മാത്രം ഒന്ന് പേടിച്ചാൽ മതി. ലെറ്റ് ഗോ ഉണ്ട് കേട്ടോ, സെയിം കാർഡ് വന്നിട്ടുണ്ട്. ലെറ്റ് ഗോ ചെയ്യാൻ ചില കാര്യങ്ങളെ നിങ്ങൾ ഇമോഷണലി കണക്റ്റ് ആക്കാതെ മാറി നിന്ന് ചിന്തിച്ച് നോക്കുക, ലെറ്റ് ഗോ ചെയ്ത് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇന്നേ ദിവസം വളരെയധികം ശ്രദ്ധിക്കണം. ഫോൺ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് പാഷനാണ്. അലോ യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോഴും, ഇപ്പം റിലേഷൻഷിപ്പ് സെപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾ ഒരുമിച്ചുള്ള സമയങ്ങളിൽ വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കാനാണ്. കൊടുക്കുന്ന സ്നേഹത്തിന് കണക്ക് പറയാതിരിക്കുക, അത് 100% ആയിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തിയിൽ 100% ആയിരിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് കാർഡ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. എപ്പോഴും നമ്മൾ അതാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, കിങ് ഓഫ് കപ്പിൻ്റെ കാർഡ് വന്നപ്പോഴേ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ ബൗണ്ട്ലെസ് ആയിരിക്കുക. ബൗണ്ടഡ് ആയിരിക്കരുത്, ബൗണ്ട്ലെസ് ആയിരിക്കണം. ബൗണ്ടറി ഇല്ലാതിരിക്കുക, ലിമിറ്റ്ലെസ് ആയിരിക്കുക, അൺലിമിറ്റഡ് ആയിരിക്കുക. നിങ്ങൾ ആദ്യം നിങ്ങളെ അഗാധമായി പ്രണയിക്കുക. ഏറ്റവും അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ പ്രണയിക്കുക. അപ്പോൾ നിങ്ങളിലേക്ക് മറ്റുള്ളവർ നിങ്ങൾക്കുള്ള സെൽഫ് റെസ്പെക്റ്റിനനുസരിച്ച് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾക്കുള്ള സ്നേഹം അനുസരിച്ച് നിങ്ങളെയും അവർ സ്നേഹിക്കുമെന്നാണ് കാണുന്നത്. ഓക്കെ, ദെൻ ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. ഇപ്പോൾ ലെറ്റ് ഗോയുടെ കാർഡ് 3 വന്നിട്ടുണ്ട്. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. അപ്പോൾ
നിങ്ങളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നതാവാം, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ യൂസേജിനെ വലിയൊരു കൺട്രോൾ ചെയ്യുന്നതാവാം, നിങ്ങളുടെ കമൻസിന് മോശം കമൻസ് വരുന്നതാവാം. അപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളെ തന്നെ അതിൻ്റെ പേരിൽ കൺട്രോൾ ചെയ്ത് വെക്കണ്ട, നിങ്ങൾ അൺഫോൾഡ് ചെയ്ത് വെക്കുക. ഓർഗാനിക്കലി അത് അൺഫോൾഡ് ആവട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോൾ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇവിടെ ഈ ഡബിൾ കാർഡ് ഒരു കൺട്രോളിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒന്നുകിൽ അത് നിങ്ങളെ സോഷ്യൽ മീഡിയയിലോ മറ്റോ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നതോ അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതോ ഒക്കെ ആകാം. അപ്പോൾ അങ്ങനെയുള്ള കൺട്രോൾ ഇഷ്യൂസിനെല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.